മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ വിധി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കൊല്ലം ജില്ലയിലേക്ക് പോകാം. കാരണം കൊല്ലം ജില്ലയിൽ ഞാൻ എടുക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ കൊല്ലം ജില്ലക്കാരി ആയതുകൊണ്ടല്ല, പക്ഷെ ഒരു കടുത്ത മത്സരമായിരിക്കും അവിടെ വരുന്നത്. ഈ കൊല്ലം ജില്ലയിൽ പണ്ട് പറയാറുണ്ട്, കേരളത്തിൽ ആരാണോ ഭരണം പിടിക്കുന്നത് ആ ഭരണം പിടിക്കുന്ന സമയത്ത് തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ പൂർണ്ണമായിട്ടും അവർക്ക് ഭരിക്കുന്നവർക്ക് അനുകൂലമാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. കൊല്ലം ജില്ലയിൽ 2 സീറ്റ് മാത്രമേ ഇപ്പോൾ UDFിനുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ 1 സീറ്റ് മാത്രം. തിരുവനന്തപുരം ജില്ലയിൽ കോവളം വിൻസെൻറ്റിൻ്റെ മണ്ഡലം. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, കുന്നത്തൂര്, കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, പുനലൂർ. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 എണ്ണം LDFിൻ്റെ കൈവശമാണ്. 2 മണ്ഡലം മാത്രമാണ് UDFിനുള്ളത്. അത് ഒന്ന് കരുനാഗപ്പള്ളി മണ്ഡലം. കരുനാഗപ്പള്ളി മണ്ഡലം നമുക്കറിയാം, അവിടെ CR മഹേഷാണ് MLA. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ 2016 മഹേഷ് പരാജയപ്പെട്ടു പോയി. 1500 വോട്ടിനാണ് പരാജയപ്പെട്ടത്. CR മഹേഷ് മണ്ഡലത്തിൽ നിന്ന് മാറിയില്ല, അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി 2021 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. CR മഹേഷ് മികച്ച പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഏത് മണ്ഡലത്തിലുള്ള MLAക്കും അത് മാതൃകയാക്കാവുന്നതാണ്. പിന്നെ മറ്റ് നിലവിലുള്ളത് കുണ്ടറയിലും മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയിട്ടാണ് PC വിഷ്ണുനാഥ് ആ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. 2016 ചെങ്ങന്നൂരിൽ പരാജയപ്പെട്ടു PC വിഷ്ണുനാഥ്. ഈ PC വിഷ്ണുനാഥിനെ കുറിച്ച് പൊതുവെ അങ്ങൊരു പരാതിയായിരുന്നു ചെങ്ങന്നൂർകാർക്ക്, മണ്ഡലത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് 2021 വന്നിട്ട് കുണ്ടറയിൽ മത്സരിക്കുന്നത്. കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കൊക്കെ വലിയ ഹോൾഡുള്ള മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ PC വിഷ്ണുനാഥിന് അവിടെയുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ആകെ ശാസ്താംകോട്ട കോളേജിൽ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ PC വിഷ്ണുനാഥ് അവിടെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2021 വന്ന് മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തു PC വിഷ്ണുനാഥ്. ഇപ്പം നമ്മൾ കുണ്ടറയിൽ കാണുന്നത് മാറിയൊരു PC വിഷ്ണുനാഥിനെയാണ്. PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിലെ ഇവരൊക്കെ അതിന്റെ കോൺഗ്രസിന്റെ ഒരു അമരത്തിലേക്ക് വരികയും ചെയ്തു. വിഷ്ണുനാഥിനെ കണ്ട ഒരു പാവം, പാട്ടൊക്കെ പാടുന്ന ഒരു പാവം മനുഷ്യൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ച് പോരാട്ടം വീര്യമൊക്കെ തുടങ്ങി. മാത്രമല്ല ചില കാര്യങ്ങളിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നു. മാറിയിട്ടുണ്ട്. PC വിഷ്ണുനാഥ് മാറി. ചെങ്ങന്നൂരിൽ കണ്ട MLA അല്ല കുണ്ടറയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തുടരും. എന്നിട്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 26 PC വിഷ്ണുനാഥ് മന്ത്രിയുമായിരിക്കും. അപ്പൊ ഈ 2 മണ്ഡലങ്ങൾ നിലവിലുണ്ട്. ഇനി അപ്പോൾ പിന്നെ ഒരു പ്രശ്നം വരുന്നത്, ഈ ഇവര് C കാറ്റഗറി തിരിക്കുമ്പോഴേക്കും കൊല്ലം ജില്ല പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ വിഷ്ണുനാഥ് ഏതിലേക്ക് മത്സരിക്കും? ഇനി പെട്ടില്ല എന്നുണ്ടെങ്കിൽ, C കാറ്റഗറി അല്ല എന്നുണ്ടെങ്കിൽ, കാരണം യുവതലമുറയല്ലേ അവര് C കാറ്റഗറിയിലോട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആരായിരിക്കും? അല്ല, PC വിഷ്ണുനാഥ് എന്തായാലും മത്സരിച്ചേ പറ്റുള്ളൂ. PC വിഷ്ണുനാഥിന് എനിക്കൊരു സംശയം, ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് അറിഞ്ഞത്, ചിലപ്പോൾ കുണ്ടറയിൽ നിന്ന് മാറ്റി വിഷ്ണുനാഥിനെ കൊല്ലത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം കൊല്ലം പിടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് കൊല്ലത്ത് MLA എന്ന് പറയുന്നത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLA മുകേഷാണ്. 2016 അവിടെ മത്സരിച്ച് വിജയിച്ചതാണ്. 2021 വന്നിട്ട് തീരെ ഭൂരിപക്ഷം കുറവാണ്. 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേ ഉള്ളൂ. അന്ന് ബിന്ദു കൃഷ്ണയാണ് എതിര് നിന്നത്. പക്ഷെ കോൺഗ്രസിലെ തമ്മിലടി ഇല്ലായിരുന്നുവെങ്കിൽ ബിന്ദു കൃഷ്ണ അവിടെ ജയിച്ചേനെ. കാരണം മുകേഷിനെ കൊല്ലത്തുകാർക്ക് വേണ്ട. അവർ 2026 നോക്കിയിരിക്കുകയാണ് തിരിച്ചു കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കൊല്ലം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് PC വിഷ്ണുനാഥിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊല്ലം മൊത്തത്തിൽ ഈ NK പ്രേമചന്ദ്രൻ്റെ ഒരു പ്രഭാവലയത്തിനകത്ത് നിൽക്കുന്നുണ്ട് ആ ലോക്സഭാ മണ്ഡലം തന്നെ, കൊല്ലം തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ 2 സീറ്റിൽ നിന്ന്
UDF പോകാൻ ഒരു 6 സീറ്റ് വരെ നേടും എന്നാണ് ഒരു കണക്ക് കൂട്ടൽ. അത് ഓരോന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി നിലനിർത്തും, കുണ്ടറയും നിലനിർത്തും. മൂന്നാമത് ഉള്ള മണ്ഡലം ചവറ. ചവറയിൽ UDF-ലെ ഘടകകക്ഷിയാണ്, RSPയുടെയാണ്. ചവറ മുതൽ ചവറ വരെ നമ്മൾ പറയാറുണ്ട് RSPയെ കുറിച്ച്. RSPയുടെ പ്രസ്റ്റീജാണ്, അവിടെ ജയിക്കണം അവർക്ക്. പക്ഷെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ RSPക്ക് ഒരു MPയേ ഉള്ളൂ, അത് പ്രേമചന്ദ്രനാണ്. 2016 ഷിബു ബേബി ജോൺ അവിടെ പരാജയപ്പെട്ടു. ആരോടെ പരാജയപ്പെട്ടു? വിജയംപിള്ളയോട്. CPM സ്വതന്ത്രനായിരുന്നു. 2021 വന്നിട്ട് വിജയംപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയംപിള്ളയോട് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു. അച്ഛനോടും മകനോടും പരാജയപ്പെട്ട ആളാണ് ഷിബു ബേബി ജോൺ. വിജയംപിള്ള ഇപ്പോഴില്ല, മരിച്ചുപോയല്ലോ. അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് 21 മത്സരിച്ച് വിജയിച്ചത്, 2021. ഇത് ചവറ എന്ന് പറഞ്ഞാൽ വിജയിച്ചേ പറ്റുകയുള്ളൂ. RSPയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. ഷിബു ബേബി ജോൺ വിജയിച്ചു കഴിഞ്ഞാലും UDF അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിയായിരിക്കും. മുമ്പും ഷിബു ജോൺ മന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ കൊല്ലത്ത് CPM-ന് വലിയ ഒരു തലവേദന പിടിച്ചു നിൽക്കുന്ന മണ്ഡലമാണ്. 4ാമത്തെ മണ്ഡലത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ബിന്ദു കൃഷ്ണയെ തന്നെ ഇറക്കി മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. CPM ഇപ്പോൾ ചിന്തോ ജെറോം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ചിന്തയ്ക്ക് മത്സരിക്കാൻ വേണ്ടി. അത് മത്സരിച്ചാൽ രാവിലെ 8 മണിയാകുമ്പോൾ തോക്കും, ഉറപ്പാണ്. പിന്നെ ഈ 2021 ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ജയിക്കേണ്ടതായിരുന്നു, അത് മുഴുവൻ ഇല്ലാതാക്കി. ഇനി 5ാമത് വരുന്ന മണ്ഡലം കുന്നത്തൂർ മണ്ഡലമാണ്. കോവൂർ കുഞ്ഞുമോനാണ് മന്ത്രി എന്ന നിലയിലൊക്കെ അവിടെ അന്ന് 21 പ്രചാരണം നടത്തിയതാണ്, മന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞ്. 4-5 തവണയായിട്ട് MLA ആണ്. CPM അങ്ങ് പൊതുവെ അകറ്റി നിർത്തി, ഘടകകക്ഷിയായിട്ട് പോലും അംഗീകരിക്കാതെ. അങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഉല്ലാസ് കോവൂറിനാണ് നിൽക്കാൻ സാധ്യത. അപ്പോൾ അത് UDF-ന് അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലാതെയാണ് കോവൂർ കടന്നു വന്നത്. പിന്നെ വരുന്നത് 6ാമത്തെ മണ്ഡലം കൊട്ടാരക്കര മണ്ഡലമാണ്. കൊട്ടാരക്കര നമുക്കറിയാം ബാലകൃഷ്ണപിള്ളയുടെ കുത്തകയാണ്, കുത്തക മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ബാലഗോപാലാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ നോക്കണം, 2006 ബാലകൃഷ്ണപിള്ളയെ ഐഷ പോറ്റിയാണ് 10,000 വോട്ടിന് പരാജയപ്പെടുത്തി. അത് അന്തം വിട്ടുപോയി. ബാലകൃഷ്ണപിള്ള തോക്കുകയോ. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ളയാണ് ഓർമ്മ വരുന്നത്. എനിക്കിപ്പോ പത്തനാപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗണേശനാണ്, ഗണപതി ക്ഷേത്രം ബാലകൃഷ്ണപിള്ള. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ എനിക്ക് ഒന്ന് അങ്ങ് ഇസ്രായേലിലേക്ക് വരെ ബസ് കിട്ടും കേട്ടോ. KSRTC എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയാണ് അതിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. എല്ലായിടത്തേക്കും ബസ്സാണ്. പിന്നെ 2006 10,000 വോട്ടിനാണ് ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയത്. 2011 വന്നിട്ട് 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി ജയിച്ചു. 2016 വന്നിട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഐഷ പോറ്റിക്ക് കിട്ടി. പിന്നെ 2021 ബാലഗോപാലിനെ നിർത്തി. ഐഷ പോറ്റിയെ ഇപ്പോൾ CPM അങ്ങോട്ട് അത്ര അടുപ്പിക്കുന്നില്ല, അല്പം ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടൊരു സംശയമുണ്ട്, 2026 ഐഷ പോറ്റി UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ട്. ഐഷ പോറ്റിയുടെ കുടുംബം അവർ കോട്ടയത്തുകാരിയാണ്, കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. പക്ഷെ ഐഷ പോറ്റിയുടെ ഭർത്താവിൻ്റെ കുടുംബം CPM കുടുംബവുമാണ്. അപ്പോൾ ഐഷ പോറ്റി ചിലപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും. നായർ വോട്ടുകളിലൊക്കെ വലിയ അവിടെ ചോർച്ച ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. ബാലഗോപാൽ അവിടെ ജയിച്ചത് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. പ്രത്യേകിച്ചൊരു പിണറായി വിരുദ്ധ തരംഗം, ഇടതുപക്ഷ തരംഗം, ഇടത് വിരുദ്ധം തരംഗം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കൊട്ടാരക്കരയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിൽ UDF നേടാൻ പോകുന്ന മണ്ഡലങ്ങൾ കരുനാഗപ്പള്ളിയും കുണ്ടറയും നിലനിർത്തും. കൂടാതെ ചവറ, കൊല്ലം, കുന്നത്തൂര്, കൊട്ടാരക്കര, അപ്പോൾ 6 മണ്ഡലം പിടിച്ചെടുക്കാൻ സാധ്യത ഉണ്ട്. പത്തനാപുരത്ത് നമുക്കറിയാം LDF-ൽ നിൽക്കുകയാണ് ഇപ്പോൾ ഗണേഷ്, അത് അതുപോലെ തന്നെ കൊണ്ടുപോകും. പിന്നീട് പുനലൂര് CPI-യുടെ ഇതാണ്, അവർക്ക് കൂടുതൽ സ്ഥാനമുള്ള ഇടമാണ്. ഇരവിപുരത്തിനും CPM, ഇരവിപുരം മണ്ഡലത്തിന് വേണ്ടിയിട്ട് അവിടെ ലീഗ് ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര വിജയിക്കും എന്നുള്ളത് അറിയത്തില്ല UDF-ന് വേണ്ടിയിട്ട്. പിന്നെ ചാത്തന്നൂര് അവിടെ BJP അടുത്ത് നിൽക്കുകയാണ്.
LDF സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്ന ഒരു BJP. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്, നിയമസഭാ മണ്ഡലമാണ് ചാത്തന്നൂർ. അപ്പോൾ കൊല്ലം. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, കൊട്ടാരക്കരയുടെ കാര്യം പറഞ്ഞു, ഇതുപോലെ തന്നെ BJPക്ക് ഒരു മുന്നേറ്റം കൊട്ടാരക്കരയിലുണ്ട്. BJPക്ക് ഒരു വല്ലാത്ത മുന്നേറ്റം ഈ ചാത്തന്നൂർ കൊട്ടാരക്കര ഏരിയ ഭാഗങ്ങളിലെല്ലാം BJPക്ക് ഒരു വല്ലാത്ത മുന്നേറ്റം ഉണ്ട്. അത് അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വോട്ട് വിഹിത വർധനവ് നടക്കും. അത് പിൽക്കാലത്ത് നമുക്ക് കൊട്ടാരക്കര BJPയുടെ കൈകളിൽ വരാവുന്ന മണ്ഡലമായി മാറുകയും ചെയ്യും. അപ്പോൾ 6 മണ്ഡലങ്ങൾ UDFന് അനുകൂലമായിട്ട് മാറും. അത് അവർക്ക് കൂടുതൽ ഭരണത്തോടടുക്കാനുള്ള സാധ്യതയിലേക്കും വരും. ഇതുപോലെ മറ്റ് ജില്ലകളിലേക്കും നമുക്ക് വരാം.